സാറേ ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ കേസെല്ലാം ഊരി തരാടി, നീ എൻ്റെ അടുക്കളപ്പണിക്ക് നിന്നോ, നീ എല്ലാം ശരിയാക്കി തരാം എന്ന് ഈ MLA PC ജോർജ് പറഞ്ഞതാണ് എന്നോട്. എല്ലായിടത്തും എല്ലാവരും തെറിവറയാൻ അറിയാമല്ലോ. ആ MLAക്കൊന്നും ചെയ്യാൻ മേലേ സാറേ. PC കയറുകയല്ല സാറേ, ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ആ രീതിയിൽ അക്രമനീതി ഞാൻ എന്തോരോ സാറേ ഞാൻ സഹിക്കുന്നേ. ഒരു പെണ്ണല്ലേ ഞാൻ, ഒരമ്മയല്ലേ ഞാൻ. സാറേ 1987 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായില്ല. അതിന് മുമ്പേ അനിയന്മാർ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കി. സ്ത്രീധനം കിട്ടിയത് പോരാ, അങ്ങനെ തുടങ്ങി. കൊച്ച് 88-ലുണ്ടായി. 16-ാം പക്കം അനിയന്മാർ വീട്ടിൽ കയറി വന്ന് കിടന്ന്, നീ സ്ത്രീധനം കൊണ്ടൊന്നും പോരാ, നിന്നെയും കൊച്ചിനും കൂടെ വെട്ടി എരിഞ്ഞാൽ റബ്ബറിൻ്റെ വീട്ടിൽ കുഴിച്ചു മൂടുമെന്നും പ്രശ്നമുണ്ടാക്കി. അന്ന് എനിക്ക് കേസിന് പോകാനൊന്നും അറിയില്ല. കെട്ടിയനോട് ഞാൻ പറഞ്ഞു വഴക്കുണ്ടാക്കിക്കരുതെന്ന്. എന്നിട്ട് ഇവന്മാർ തുണി പൊക്കി കാണിക്കുക. അതിൻ്റെ മടുത്തു. അത് കഴിഞ്ഞ് എന്നും പ്രശ്നമായി. അയൽവാസിയായ മറിയക്കുട്ടിയും തൊമ്മനും കൂടെ പറഞ്ഞു കൊടുത്ത് കെട്ടിയനെ കൊണ്ട് എന്നെ ഉപദ്രവിക്കുകയും കൊല്ലാൻ വധശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. മടുത്തു. അത് കഴിഞ്ഞ് 2007 എൻ്റെ കൊച്ചുങ്ങളെ എന്നെയും കൂടെ വീട്ടിൽ ഇറങ്ങി വന്ന എൻ്റെ കൊച്ചിനെ മണക്കുടി സിബി എന്ന് പറയുന്ന ആൾ വീട്ടിലിറങ്ങി വന്ന് മോശമായ രീതിയിൽ വർത്തമാനം പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ഈരാറ്റുപേട്ട ബാബുസഭാറ്റിൻ്റെ അടുത്ത് പരാതി കൊടുത്തതിനെ തുടർന്ന് എന്നെ തലയ്ക്കൊട്ട് കാപ്പിപ്പത്തിൽ വെച്ച് അടിച്ചു വീഴ്ത്തി 2007. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും എന്നെ മണ്ടി കിടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിയും കൊണ്ട് SIയുടെ അടുത്ത് പോയി. മടുത്തപ്പോൾ ഞാൻ ഈരാറ്റുപേട്ട MLAയുടെ അടുത്ത് പോയി. സാറേ ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ കേസെല്ലാം ഊരി തരാടി, നീ എൻ്റെ അടുക്കളപ്പണിക്ക് നിന്നോ, നീ എല്ലാം ശരിയാക്കി തരാം എന്ന് ഈ MLA PC ജോർജ് പറഞ്ഞതാണ് എന്നോട്. ഉഷാ മേഡം ഇല്ല സാറേ കഞ്ഞി വെച്ച് തരാൻ, എനിക്കാരുമില്ല, നീ ഇവിടെ നിന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്നില്ല. ഞാൻ SP-യോടും വനിതാ കമ്മീഷനിലും ഉഷാദേവി മേഡത്തിനോടും എല്ലാം ചെന്ന് പറഞ്ഞു ചേനാടകവല കഴിഞ്ഞ് അങ്ങോട്ട് പോയേക്കരുത്, അയാൾ ശരിയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അന്ന് മുതൽ എന്നെ ഇതുപോലെ പോലീസിൽ എത്ര പരാതി കൊണ്ടേ കൊടുത്താലും അതെല്ലാം ഇല്ലെന്നാക്കി കളിയാക്കാണ്. ഞാൻ കണ്ട സണ്ണി മുഖേന വാർഡ് മെമ്പർ മനോഹരം വിളിച്ചു പറഞ്ഞ് സകല കേസും ഈരാറ്റുപേട്ടയിൽ ഏത് പരാതി കൊണ്ടേ കൊടുത്താലും അനക്കിയല്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് നീതി കിട്ടണം. എന്നെ വധശ്രമമാണ്. എൻ്റെ തലയും ശരീരവും മുഴുവൻ ചതവാണ്. അടിച്ച് ചതച്ച് മുഖമെല്ലാം ഈ മട്ടം നീരായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഞാൻ എന്ന് ചെയ്യണം? എനിക്ക് ജീവിക്കാൻ അനുവദിക്കണം. എൻ്റെ പിള്ളേർക്കും എൻ്റെ ചെറുക്കനും ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ അയൽവാസി കെട്ടിയവൻ്റെ സഹോദരൻ, ഭർത്താവിൻ്റെ പേര് ജോയി എന്ന് വിളിക്കുന്ന കുര്യൻ, അനിയൻ്റെ പേര് തോമസ് കുര്യൻ, ജോസഫ് കുര്യൻ, ചാക്കോ കുര്യൻ, വർഗീസ് കുര്യൻ, ദേവസ്യ കുര്യൻ, ഇവരെല്ലാവരും കൂടെ എന്നെ വീട്ടിൽ കയറി വന്ന് ഉപദ്രവിക്കാൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഈരാറ്റുപേട്ട പരാതി കൊടുത്തു. ഒരു നടപടി എനിക്കുണ്ടായില്ല. പിന്നെ അയൽവാസിയായ മണക്കുടി സിബി എന്ന് പറയുന്ന ആന്റണി തോമസ് സ്ഥിരം മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും കേസ് കൊടുക്കുന്നതനുസരിച്ച് വധശ്രമവും നടത്തിക്കൊണ്ടിരിക്കുക. അവൻ ആൾക്കാരെ കൂട്ടി പൊട്ടമ്പ്ളാക്ക വേവി എന്ന് വിളിക്കുന്ന കുര്യനെ വിളിച്ച് ഈ നിരന്തരം കൂട്ടിക്കൊടുക്കുക, പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇതാണ് അവൻ്റെ തൊഴിൽ. എനിക്ക് ജീവിക്കണ്ടേ? പിന്നെ പുരയിടത്ത് ജോർജ് കുട്ടി ജോസഫ്, പിന്നെ അപ്പോൾ അട്ടിക്കുളം പ്രകാശ്, പിന്നെ ജോർജ് കുട്ടി പെരക്കകത്ത് കയറി പൊങ്ങായ്ക്ക് പിടിക്കുകയും ഞെക്കി കൊല്ലാൻ വധശ്രമം നടത്തുകയും ചെയ്തു. അട്ടിക്കുളം പ്രകാശ് അതുപോലെ തന്നെ എന്നെ 2007 പെരക്കകത്ത് കയറുകയും തലയ്ക്ക് പിരിച്ച് അവൻ്റെ തല കൊണ്ട് എൻ്റെ തലയ്ക്കൊട്ട് ഇടിപ്പിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ ഓരോരുത്തരെ ഫോൺ വിളിച്ചു. വേലിക്കകത്ത് ബാബു എന്ന് വിളിക്കുന്ന ബാബു അപ്രാകം, പിന്നെ മുല്ലൂരാത്ത് പാപ്പച്ചൻ ഫോൺ വിളിച്ച് മോശമായ രീതിയിൽ പറഞ്ഞു. അതുപോലെ വേലിക്കകത്ത് ബാബു മോശമായ രീതിയിൽ പറഞ്ഞു. പുതുവീട്ടിൽ ബാബു ബലാത്സംഗം ചെയ്തു, പെരക്കകത്ത് കയറ്റിയിട്ട്. അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്തിരുന്നോ? കൊടുത്തായിരുന്നു. കൊടുത്തതിൻ്റെ സമൻസ് ഇവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കേസൊക്കെ ഇപ്പം നല്ല നിൽക്കുക. കൊച്ച് സാക്ഷി പറഞ്ഞതിന് കൊച്ചിൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുക. അതുപോലെ എൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നതിനെതിരായിട്ട് എൻ്റെ പേരിൽ 2-3 കേസുണ്ട്. അത് എല്ലാം വെറുതെ വിട്ടിപ്പോൾ. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതിൻ്റെ പേപ്പറെല്ലാം. ഇതുപോലെ നിരന്തരം അത് ഓരോരുത്തരും ഇങ്ങനെ. ആ തൊമ്മിച്ചെന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ ഫോൺ വിളിച്ചു, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തു. അതുപോലെ ഒത്തിരി പേരുടെ പേരുണ്ട്. പോലീസുകാരുടെ നിന്നുണ്ടായത് എന്നെ മണക്കുടി സിബി എന്ന് പറഞ്ഞ ആന്റണി തോമസ് എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരാതിയും കൊണ്ട് ചെന്നപ്പോൾ തൻ്റെ പേർക്ക് 32 പേരുടെ പരാതി ഇവിടെ വന്നിട്ടുണ്ട്. സാറേ അവരെ എല്ലാവരെയും വിളിക്കുകയും ചെയ്യണം, എനിക്ക് വായിച്ചും കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ നാളെ അവർക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറയും. അത് ഞാൻ ഒരു 5 മണിയായപ്പം ഇവിടെ കുറച്ച് പേര് ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വന്നു. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വന്നപ്പോൾ സാറേ ഇതെല്ലാം എൻ്റെ പ്രതികളാണ്,
ഇവരെല്ലാം എൻ്റെ പ്രതികളാവട്ടോ എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് എന്നെ അറിയാവോ, തന്നെ ഞാൻ വെളിച്ചം കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് വാവുസഭാഷന് എന്നെ ഇറക്കി വിടുകയും കർത്താവ് സാർ പറഞ്ഞു കോടതി പോയ പേപ്പറെല്ലാം ഞാൻ വലിച്ചു കീറി ദൂരെ കളയുന്ന കാണണം ഒടിഞ്ഞു വെച്ചു. എന്നെ അതിനകത്തിട്ട് പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് കൊച്ചിനെ പേടിപ്പിച്ചു. അത് എന്നെ ഇറക്കി വിട്ടു. രാത്രിയിൽ ഇവന്മാർക്കെല്ലാം നാണക്കേടായി. ഇവന്മാരെല്ലാം കൊല്ലാൻ വേണ്ടി പല സ്ഥലത്തും കാവലുണ്ടായിരുന്നു എന്നെ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് എന്നെ കിട്ടിയില്ല. അന്ന് ഭയങ്കര മഴയായിട്ട് ഞാൻ ഊട്ടുകുളത്തിലെ ജെസ്സിയുടെ വീട്ടിൽ കയറി കിടന്നു. എനിക്ക് ഈ കാര്യങ്ങൾ എല്ലാം വധശ്രമമാണ്. എന്നെ ഓരോ തരത്തിൽ കൂടി അവർ കൊന്നുകൊണ്ടിരിക്കുവാണ്. തമ്പുരാൻ കർത്താവിന് ചെയ്യുന്നതിനെക്കാട്ട് കഷ്ടമാണ് സാറേ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ത്രീധനം കിട്ടിയത് പോരെന്നാണ് എൻ്റെ കെട്ടിയവൻ്റെ വാദവും അനിയന്മാരുടെ വാദവും. ഈ അയൽവാസിയെ കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് എന്നെ കൊല്ലിക്കുക. ബാബു സഭാഷൻ പറഞ്ഞ കൊന്നിട്ട് പോരെ, ഈ കക്ഷിയെ കൊന്നു അല്ലെങ്കിൽ ഇനി രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ജനസമ്പർക്കം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം കൊണ്ടുപോയി കോട്ടയത്ത് കൊണ്ട് കൊടുത്തപ്പോൾ ആരാടാ ഇവളോട് ഇവിടെ വരാൻ പറഞ്ഞേ? ഞാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ആരാ വരാൻ പറഞ്ഞു. എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ കാശില്ലെങ്കിലും നടന്നെങ്കിലും ഞാൻ കോട്ടയത്ത് വരും എന്ന് പറഞ്ഞു. ഞാൻ SP പരാതി കൊടുക്കുന്നു, ലോകാദാലത്തിൽ പരാതി കൊടുക്കുന്നു, വനിതാ കമ്മീഷൻ ഇഷ്ടം പോലെ എവിടെ കൊടുത്താലും ഇവന്മാർ ഒരു രക്ഷയില്ല. എല്ലാം തള്ളി കളയിപ്പിക്കുക. എനിക്ക് ജീവിക്കാൻ അനുവദിക്കില്ല. വെള്ളത്തിൽ കൂടെ കുരുടാനിടുക, വെള്ളത്തിൽ പാമ്പിനെ കൊന്നിടുക, വാട്ടർ ടാങ്ക് പഞ്ചായത്തിൽ നിന്നു അത് കൊത്തിപ്പൊട്ടിച്ച് കളഞ്ഞു, ജലസംഭരണി നിന്നു അത് നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ പെരക്കകത്ത് കയറി കിടക്കുന്നു. എന്നെ പെരക്കകത്ത് നിന്ന് കല്ലെറിഞ്ഞു പെരക്കകത്ത് ഇടുന്നു. കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒരു വീട് വന്നു. ഇപ്പം അവിടെ കിടത്തിയല്ല 35 ചാക്ക് മണൽ എൻ്റെ കുത്തിക്കീറി കളഞ്ഞു. എന്നെ ഇറങ്ങിപ്പോകുന്ന വഴിയെ എന്നെ ഇറക്കി വിടുകയില്ല. വഴി വാക്കത്തെയും കോടാലിയായിട്ട് ഇങ്ങനെ വഴി നിൽക്കുക സർവ്വനേരം വധഭീഷണി. കൊട്ടംപ്ലാക്ക ബേബി എന്ന് വിളിക്കുന്ന കുര്യൻ രാത്രിയിൽ ഒരു 12 മണി രാത്രിയായപ്പോൾ രാത്രിയിൽ ഇറങ്ങുന്ന കതക് തുറക്കടി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ കയറി പിടിച്ച് 2010 4/4/2010 എന്നെയും കൊച്ചങ്ങളെ വൈകുന്നേരം ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം വഴി തടഞ്ഞു നിർത്തി 5 മണി മുതൽ രാത്രി 9 മണി വരെ എന്നെയും കൊച്ചങ്ങളെ തടഞ്ഞ് വെട്ടിയെറിഞ്ഞ് ലൈൻ കമ്പി കെട്ടിത്തൂക്കി തുണ്ടുമായിട്ട് കെട്ടിത്തൂക്കി ഇടുമെന്നാണ് പറഞ്ഞത്. ഞാനും കൊച്ചുങ്ങളെ പേടിച്ച് ഒരു മനുഷ്യരെ വിളിച്ചിട്ട് ആരും വന്നില്ല. കരക്കാർ മുഴുവൻ കേട്ടു. ഞങ്ങൾ രാത്രി 11 മണിയായി ആശുപത്രിയിൽ ചെന്ന് കയറുമ്പോൾ. അന്നേരം ഡോക്ടർ പറഞ്ഞു അവരിപ്പോഴാണ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ? അവരുടെ തലക്കെട്ട് വെട്ടിയെന്നും പറഞ്ഞ് വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നെ ഒരു പത്രത്തിലോ ചാനലിലോ കൊടുക്കാൻ ഈ പോലീസുകാരും പത്രക്കാരും ഒന്നും പോലീസുകാർ സമ്മതിക്കില്ല. ഞാൻ പത്രത്തിൻ്റെ അടിയിലെ ഫോൺ നമ്പർ കണ്ട് പത്രക്കാരെ വിളിച്ച് ആശുപത്രി വരുത്തി ഇട്ടപ്പോഴാണ് പത്രത്തിലായെന്ന് കണ്ടപ്പോഴാണ് പോലീസുകാർ പത്രത്തിലിട്ട കൊച്ചിൻ്റെ. എന്നിട്ട് ഇന്നും കേസ് നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബേബിയെ തലക്കോട്ട് വെട്ടിയെന്ന് പറഞ്ഞ കേസ് പ്രതികൾ തന്നെയാണ് സാറേ സാക്ഷികളായിട്ട് നിൽക്കുന്നവർക്ക്. എനിക്ക് ജീവിക്കണം. എന്നെ അരകല്ലും പിള്ളക്ക് ഇടിച്ചു. നാട്ടിലുള്ള പിള്ളേർ പറയുന്നതിനെ കേട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ അരകല്ലും പിള്ളക്ക് ഇടിച്ചു വന്നു ഞണ്ടുകല്ലിലുണ്ടായി ഇതുപോലെ ഇവിടെ ഉണ്ടാവും എന്ന് കണ്ടിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി ശ്രീദേവി ജഡ്ജിയുടെ അടുത്ത് എന്ന് പറഞ്ഞത്. എനിക്ക് നീതി തരണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ട് കയറിച്ചെന്ന് രാത്രി 12 മണിയായപ്പോൾ. എന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. എനിക്ക് കരച്ചിൽ വരാനില്ല, എനിക്ക് കണ്ണുനീരില്ല. എൻ്റെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീരാണ് പോകുന്നത്. ഞാൻ IMO സമയം മാതാവിനെ അരിത്ര വലിച്ചനെ വിളിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു നീതി കിട്ടണേ ദൈവമെന്ന് വിളിച്ചാണ് ഞാൻ നടക്കുന്നത്. ഇന്നും അതെ. ഇന്നിപ്പം ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ രാത്രി കിടന്നപ്പം ഈ ഇന്ത്യയിലാരാണ്ട് രാത്രി വന്നിരുന്നു. എന്നിട്ട് പോലും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. തന്നെ രാത്രിയിൽ പുറത്തിറങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുക. അതുപോലെ ജെയ്സൺ എന്ന് പറഞ്ഞ പുല്ലാട്ട ജെയ്സനെ കൊണ്ട് പോലീസുകാരുടെ മൊഴിയെടുക്കാൻ കോട്ടയത്തിന് പോയപ്പം അവൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പോലീസുകാരുടെ എല്ലാം വിസ്തരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പം അവന് കുടിക്കാൻ കുടിക്കുന്നവനാണ്. എന്നിട്ട് അവനെ ഞാൻ ആ തീക്കോയിലൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചെടുത്ത് അവൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 7-ാം തീയതി അവൻ വീട്ടിൽ വന്ന് എൻ്റെ കൊങ്ങായി കയറി പിടിച്ച് കുത്തി കൊല്ലാൻ ശ്രമിച്ചു. കൈ ഇവിടെ എല്ലാം മുഖമെല്ലാം വലിച്ചു കീറി, നാക്കെല്ലാം മുറിഞ്ഞ് മോണയെല്ലാം നീര് ചൊകര വായിക്കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എൻ്റെ ജയ്സാനെ കൊല്ലല്ലേ എന്ന് ഞാൻ അവിടെ കിടന്ന് 1000 വട്ടം കിടന്ന് കാറി. അവിടെ നിന്നും പിള്ളേർ മുഴുവൻ കേട്ടു. എന്നിട്ട് പോലീസുകാർ അന്വേഷിക്കാൻ വന്നപ്പോൾ ചുമ്മാതെയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആരാണ്ട് എല്ലാം വണ്ടി ഞാൻ വലിയ ഓട്ടോ വിളിച്ച് പോയി. ആരാണ്ട് ഷാജി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഓട്ടോ വിളിച്ച് ഞാൻ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അവൻ ഇരിപ്പുണ്ട് എന്തിയെന്ന് ചോദിച്ചു. കണ്ടില്ലെന്ന് പറഞ്ഞു. അവർ കേസെടുക്കാൻ പറഞ്ഞിട്ട് ഈ പേട്ട പോലീസുകാർ കേസെടുക്കുകയല്ല. എന്ത് ചെയ്താൽ കേസെടുക്കുകയില്ല. ഇത്രയും ചെയ്തിട്ടും കേസെടുക്കുകയില്ല. അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഒരു നടപടി ഉണ്ടാകത്തില്ല. ഏതൊക്കെ പോലീസുകാരാണ് നിങ്ങൾ കൊടുത്ത പരാതികൾ അട്ടിമറിച്ചത്? ബാബു സെബാസ്റ്റ്യൻ, കർത്താവ് സാറ്, നടരാജൻ, സജീവ് ചെറിയാൻ, ദിലീപ് ഖാൻ, ബിജു സൈമൻ, പിന്നെ വേറെയുണ്ട് ഒരു CA ഉണ്ട്. ആ CAയുടെ പേര് അറിയത്തില്ല. പിന്നെ റിനു സർക്കിള് ഈരാറ്റുപേട്ടെ.
പട്ടി തായോളി മോളെ, നീ ലോകം മുഴുവൻ കയറി ഇറങ്ങി നടക്കുമല്ലേ ചോദിച്ചു. പെടലിയെ കൂട്ടി ഇങ്ങനെ തള്ളി ചടിച്ച് എന്നെ വലിച്ച് ചടിച്ചിറക്കി വിടും. എടാ ജോമി, ഇവിടെ എടുത്ത് സെല്ലിലിട 200 രൂപ പെറ്റി അടിച്ചാലോ കേട്ടോ. ജാമ്യക്കാരെ കൊണ്ടുപോവാ, തിരിച്ചറിയ കാർഡ് കൊണ്ടുപോവാ. വനിതാ പോലീസ് എന്നെ വലിയ പേടിപ്പീര്. ഞാൻ ചോദിച്ചു, ഞാനല്ലല്ലോ സാറേ തെറ്റുകാരി, എൻ്റെ പൊന്നു സാറേ ഞാൻ തെറ്റുകാരിയല്ല, തെറ്റുകാരി മുഴുവൻ ഇവരാ എന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ കേട്ടില്ല. എന്നിട്ട് എൻ്റെ കൊച്ചു പേട്ടയിലുണ്ടായിരുന്നു. മമ്മി എവിടെയാ മമ്മി? ഞാൻ പേട്ടയിലുണ്ട് മാനെ, ഇവിടെ പോലീസുകാരെന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. കൊച്ചു ഓടി വന്നേച്ച് പറയാം, എൻ്റെ അമ്മ എത്ര വർഷമായെന്നറിയാമോ സാറന്മാരെ പീഡനവും ഉപദ്രവവും അതിക്രമങ്ങളും മുഴുവൻ അയൽവാസി പപ്പാടെ അനിയന്മാരും പപ്പായും അയൽവാസിയായ മണക്കുഴി സിബി എല്ലാം കൂടെ മമ്മിയെ ഇട്ടുകൊണ്ട് ഉപദ്രവിക്കാൻ വേണ്ടി ഇത്ര വർഷമായി, ഞങ്ങൾ മടുത്ത് കേട്ടോന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞപ്പോൾ ജാമ്യക്കാരൊന്നും വേണ്ട പൊക്കോ എന്നും പറഞ്ഞ് എന്നെ വിട്ട് 200 രൂപ പെറ്റി അടിച്ചു. ആ പെറ്റി അടിച്ചപ്പോൾ ഇതിന് മുമ്പിരുന്ന ജഡ്ജിയുടെ കയ്യിലാണ് ആ പെറ്റിയുടെ പൈസ കൊണ്ട് കൊടുത്തേ. അത് സാറ് പറഞ്ഞു, ഇതൊന്നും അല്ല, ഇതിനകത്തൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദിലീപ് ഖാൻ എന്നെ ഇറക്കി വിട്ടു കോടതി സ്റ്റേഷനിൽ നിന്ന്. ഇറങ്ങടി മറ്റോളെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞു അപ്പൻ്റെ അടുത്തോട്ടാണ് പരാതി കൊണ്ട് വന്നേ. ഞാൻ കസേര വലിച്ചിട്ട് സാറിൻ്റെ ഒപ്പം കയറിയിരുന്നു. ഇത് മുഴുവൻ ഒതുക്കുന്ന ആരാന്ന് നിனைക്കാൻ. ഞാൻ എസ് പിക്ക് അവിടെ ഇരുന്ന് തന്നെ എസ് പിക്ക് പരാതി കൊടുത്തു. എസ് പി പറഞ്ഞ് പരാതി എഴുതിക്കൊണ്ട് നിങ്ങോട്ട് തരാം. ഞാൻ എസ് പിക്കും DYSPക്കും എല്ലാം പരാതി കൊണ്ട് കൊടുത്തു. കേസ് വനിതാ കമ്മീഷനും കോടതിക്കും എന്നും പറഞ്ഞ് കേസ് വിട്ടു. ഇവരിതെല്ലാം തള്ളിക്കളയുക. ഒരു കേസും അവർ തണലായിട്ട് എടുക്കുന്നില്ല, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ കേസുകൾ തള്ളിക്കളയുന്നതിന് പിന്നിൽ MLAയുടെ ഇടപെടലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, MLAയുടെ ഇടപെടലുണ്ട്, രാഷ്ട്രീയമുണ്ട്, രണ്ടിടത്തുനിന്നും ഉണ്ട്. ഇവർക്ക് വോട്ട് കിട്ടും. എൻ്റെ ഈ നോട്ടൊന്നും കിട്ടിയില്ല. പൊട്ടമ്പിളാക്ക കുഞ്ഞെന്ന് വിളിന്ന് പറഞ്ഞ കുഞ്ഞും പിന്നെ കുഞ്ഞെന്നെ ഫോൺ വിളിക്കല്ല വഴിയെ. ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ അവൻ വഴി തടഞ്ഞു നിർത്തി. 100 രൂപ തരാമെന്ന് പറഞ്ഞ്. എനിക്ക് നിൻ്റെ 100 രൂപ വേണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. എന്നിട്ട് ഇവന്മാർ പറഞ്ഞു കേസ് തീരിയല്ല, ഇതിങ്ങനെയൊന്നും തീരിയല്ല സാറേ എന്ന് പറഞ്ഞാൽ PC ജോർജിനെ വിളിച്ച് പറയുക. അപ്പം PC ജോർജ് പോലീസുകാരോട് വിളിച്ച് പറയും ചുമ്മാതെയാടാ, അതിനകത്ത് കഴമ്പൊന്നുമില്ല എന്നാണ് PC ജോർജ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണോ ഒരു MLA? ഞങ്ങളുടെ നാട്ടിൽ 80 മുതൽ ഈ MLA മത്സരിക്കാൻ നിൽക്കുന്ന ഇന്ന് വരെ എനിക്ക് ഈ MLA അറിയാം. ഞങ്ങളുടെ പൂഞ്ഞാറ് മണ്ഡലമായിരുന്നു, ഇപ്പോഴാണ് പാലാ മണ്ഡലം. അതൊക്കെ കഴിഞ്ഞേ പിന്നെയാണ് ഈ MLAക്ക് വിളിച്ച് വരുത്തി ഇത്രയും തെറി പറയാൻ അറിയാവുന്ന ഒരു MLA ഈ പ്രതികളെ വിളിച്ച് എന്നെ കൂടെ വിളിച്ച് 2 പേരെ നിർത്തിയെങ്കിലേ സാറേ പ്രശ്നം തീരുകയുള്ളൂ. ഇന്ന് വരെ ഈ MLA ഞങ്ങളെ വിളിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പോലീസുകാരും വിളിച്ച് തീർക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ പോലീസുകാരുടെ മുന്നിലിട്ട് ഈ പ്രതികൾ എന്നെ തെറി പറയുവാണെങ്കിൽ പോലീസുകാർ ചത്തം മിണ്ടത്തില്ല, ഇവരെ സംരക്ഷിക്കുക. അങ്ങനെയാണോ ചെയ്യേണ്ട ഒരു വാദിയായ ഒരു സ്ത്രീയെ? പട്ടണം പോലെയുള്ള നാടാണ് ഞങ്ങളുടെ ഒറ്റയിട്ടി വെള്ളികുളം മാറമലക്കര. ഇതുപോലെ അനേകം സ്ത്രീകൾ ചത്തുപോയിട്ടുണ്ട്. എൻ്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ അനേകം സ്ത്രീകൾ അവിടെ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അതൊന്നും പ്രതികരിക്കാൻ ഈ MLA തയ്യാറായിട്ടില്ലല്ലോ. എല്ലാ 6 മണിക്കൂർ കൊണ്ട് സാറേ ഓരോ കേസും തീർത്തുകളെ. ഇപ്പം ഞാനങ്ങ് മരിച്ചു പോയാൽ നാളെ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞോളൂ നിൻ്റെ അമ്മ ആ വഴി പോയിട്ടാ അല്ലെ ഈ വഴി പോയിട്ടാ, ആ കുഞ്ഞുങ്ങൾ നേര് വിശ്വസിക്കും. ഈ കുഞ്ഞുങ്ങളായത് കേൾക്കുന്നതിൽ അവർക്ക് അവരുടെ അമ്മയെ അറിയാം, അതുകൊണ്ട് അതുങ്ങളത് വിശ്വസിക്കുന്നില്ല. അതിന് ആ കൊച്ചുങ്ങൾ സാക്ഷി പറയാനോ എവിടെ കൊടുക്കുന്ന കോടതി വരുന്ന സകല BN ശശിധരൻ അഡ്വക്കേറ്റ് ഒരു കേസും കോടതി കൊടുക്കാൻ സമ്മതിക്കല്ല. അയാൾ വരുന്ന കേസ് മുഴുവൻ എനിക്ക് മാനസികരാവുകയാണ് ജഡ്ജിയോട് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. ഇവിടുന്ന് അടിമേടിക്കുന്ന അനുസരിച്ച് എന്നെ വീട്ടിൽ വരുമ്പം വീണ്ടും എനിക്കൊരു പ്രയോഗമാണ്. എൻ്റെ സാറേ എൻ്റെ ഇവിടെ എല്ലാം കാപ്പി പത്തൽ വെച്ച് അടിച്ച് ഇവിടെ കിടക്കുന്നതാണ്. എന്നിട്ട് എൻ്റെ അനിയത്തി ഇതുപോലെ അടുത്ത് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ വിമലേ എന്നെ ഇതുപോലെ മണക്കുടി സിബി അടിച്ചു കേട്ടോ, ഇത്രയും കൂടി എന്നെ അടിച്ച് ശരിയാക്കി. എൻ്റെ മാലയെല്ലാം പറിച്ചുകൊണ്ട് പോയി. എന്നെ ചെയ്യുന്നേ എടി നിനക്ക് വട്ടല്ലേടി ഇറങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനിയത്തി വിമല എന്നെ ഇറക്കി വിട്ടു. ആ സ്ത്രീയൊക്കെ അവരൊക്കെ മനുഷ്യരാണോന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അടുത്ത് വേറെ ഒരാളാവും എന്നെ അയൽവക്കംകാർ പറയാം ആ ചേച്ചിയുടെ മുഖമെല്ലാം മാറിപ്പോയി, ആ ചേച്ചിയാണോ എന്ന് പോലും അറിയത്തില്ലെന്ന്. ആ രീതിയിൽ എന്നെ ആക്കി വിട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഈ 2018 2/1/2018 ഞാൻ ഒരു വീട്ടിൽ കല്യാണത്തിന് എൻ്റെ ആങ്ങളുടെ മകൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇതുപോലെ റോഡ് സൈഡിൽ കയറുന്നപ്പം ഇത്ത എന്ന് പറഞ്ഞ സ്ത്രീ കയറി വന്നിട്ട് കാപ്പിപ്പത്തലും കൊണ്ട് വന്ന് എൻ്റെ തലക്കിട്ട് അടിച്ച് എൻ്റെ കൈയെല്ലാം അടിച്ചൊടിച്ച് കരഞ്ഞു. കഴുത്തിനന്നേരത്തിന് അവൾ തോർത്ത് കൂട്ടി കെട്ടി എൻ്റെ ചങ്ക കയറി ചവിട്ടി. ഇവിടെ 10,000 രൂപ ആയിരിക്കും. ആ 10,000 രൂപയും എടുത്ത് എൻ്റെ ഫോണും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ഇന്ന് വരെ അത് തരുവാട്ടെ ചെയ്തില്ല. ഇനി ഇങ്ങോട്ട് വാടി, നിന്നെ ഞങ്ങൾ ഏത് ഓട്ടോക്കാർ വന്നാലും ഓട്ടോ കൂട്ടി നിന്നെ അടിച്ചു പോകുന്നു ഞങ്ങൾ ഇവിടെ ഇടും. അവരാരുടെ ആളാണെന്നാ തോന്നി? അവർ PC ജോർജിൻ്റെ ആളാണെന്ന് തോന്നി. ഈ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തെ, നിങ്ങളെ ദ്രോഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തെ PC ജോർജ് MLA എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹായിക്കുന്നത്? കെട്ടിയവൻ്റെ അമ്മായിയപ്പൻ PC ജോർജിന് വേണ്ടി 80 ഇയാൾക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നപ്പം മൈക്ക് സെറ്റും കൊണ്ട് നടന്ന് വിളിച്ചു പറയാൻ സഹായിച്ചതിൻ്റെ ഗുണമാണ് എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് ഈ PC ജോർജ് സപ്പോർട്ട് ചെയ്യുന്നത്.
ഒരു പെണ്ണെന്ന നിലയ്ക്ക് നിങ്ങൾ അത്രയും കരഞ്ഞു പറഞ്ഞിട്ടും PC ജോർജ് കേൾത്തിട്ടില്ല. കേട്ടില്ല. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അത് ഈ MLA തന്നെ അവരോടുള്ള ആ താല്പര്യം കൊണ്ടായിരിക്കാം എന്നോട് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ അയാളുടെ വീട്ടിൽ നിന്നില്ലല്ലോ, വീട്ടുവേലയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല. അതാണ് ഏറ്റവും ഉറപ്പെന്ന് എൻ്റെ വിശ്വാസം മുഴുവൻ അതാണ്. സാറേ, അയാളുടെ വീട്ടിൽ നിന്ന് നാളെ നിന്ന് അയാൾ എന്നെ ബലാത്സംഗം ചെയ്യും, അടിച്ചു കൊന്നുകൊണ്ട് ഏതെങ്കിലും കിണറ്റിലിടും, ഉറപ്പാണ്. എനിക്ക് എൻ്റെ ഒരു പണിതുകൊണ്ടിരുന്നപ്പോഴത്തെ എൻ്റെ ഒരു മുതലാളി പറഞ്ഞിട്ടുണ്ട്, PC ജോർജിന് അച്ചാമ്മയായിട്ടൊരു ബന്ധമുണ്ട്, അച്ചാമ്മയ്ക്ക് വകയിൽ പിള്ളേരുണ്ടായിട്ടുണ്ട്, അതുപോലെ മേഴ്സിയായിട്ട് ബന്ധമുണ്ട്, ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് ആ ബാബു എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്. ആ ബാബു തന്നെയാണ് എന്നെ ബലാത്സംഗം ചെയ്തത്. ബാബു എന്ന് വിളിക്കുന്ന പുതുവീട്ടിൽ ബാബു, ആ ബാബു തന്നെയാണ്. ബാബുവിൻ്റെ അനിയൻ ഒരു മണിയുണ്ട്, അവൻ ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുറ്റത്തോട് വന്നാണ് റബ്ബർ വെട്ടുന്നത്. ആ മണി വീട്ടിൽ വന്നാൽ തുണി പറിക്കുക, ചൂളയടിക്കുക, മണി തുണി പറിക്കുക, ചൂള കുത്തുക, ഇതാണ് പരിപാടി. ഇവരുടെ ചരിത്രമൊന്നും ആരോടും പറയാനായിട്ട് MLAയുടെ അടുത്ത് പറയുമ്പോൾ ഇവർക്ക് നാണക്കേടാണ്. എന്നാൽ ഈ MLA ഞങ്ങൾ രണ്ടുപേരെ കൂടെ വിളിക്കട്ടെ ചോദിക്കട്ടെന്നൊന്ന് പറയാൻ ഈ MLAക്ക് നാവ് പൊങ്ങിയിട്ടില്ല. എല്ലായിടത്തും എല്ലാവരും തെറി പറയാൻ അറിയാമല്ലോ. ആ MLAക്കൊന്നും ചെയ്യാൻ മേലേ സാറേ. എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിക്കാമല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. എൻ്റെ അമ്മയും ഞാനും കൂടെയാണ് പടി കയറി ചെന്നത്. 1 മണിക്കൂർ ഞങ്ങൾ PC ജോർജിന് തിണ്ണയിലിരുന്നതാണ്. അന്ന് ഷോണൊക്കെ കുഞ്ഞാണ്. അവിടെ ആരുമില്ല. അടുക്കള വേലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കണിച്ച് ഉറപ്പല്ലേ. എനിക്ക് അച്ചാമ്മയുടെ എൻ്റെ മനസ്സിൽ കിടക്കുക. പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കുമോ? ഉഷാമ്മയുടെ ഇല്ലേ കഞ്ഞി വെച്ച് തരാൻ ഞാൻ ചോദിച്ചാൽ. എനിക്ക് എൻ്റെ കെട്ടിയവൻ എന്നെ അവനായാലും അവന് കഞ്ഞി വെച്ച് കൊടുക്കണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ കെട്ടിയവൻ എന്നെ കൊന്നോളാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കെട്ടിയവനും ഈ കെട്ടിയവൻ്റെ അനിയനും കൂടെയാണ്, മണക്കൊരു സിവിയും കൂടിയാണ് എന്നെ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും ആൾക്കാരെ മോശമായ രീതിയിൽ കയറ്റിവിടുന്നതും. പണവും കൊടുത്താണ് കയറ്റിവിടുന്നത്. ബലാത്സംഗ കേസ് കോടതിയിൽ ഇപ്പോഴും വിട്ടു തീർന്നിട്ടൊന്നും ഇല്ലെന്നാവുന്നത്. അതുപോലെ പിന്നെ ഇവൻ എന്നെ അടിച്ചു കൊന്ന് തോട്ടിക്കൊണ്ട് ഇടുമെന്ന് ഈ ബാബു പറഞ്ഞായിരുന്നു. തോട്ടിക്കൊണ്ട് ഇടുമെന്ന് പറഞ്ഞാണ് ഞാൻ വനിതാ കമ്മീഷനുണ്ടെ പരാതി കൊടുത്തു. എന്നിട്ട് ആ കൊച്ചിനെ അവനെ ഒറ്റയിട്ട് നടുറോട്ടിട്ട് അടിച്ച് കൊച്ചിൻ്റെ കണ്ണും ഇവിടെ എല്ലാം മുറിഞ്ഞിട്ട് ഈ കൊച്ചിനെ ഓട്ടോക്കാരനെ മുന്നേ വീട്ടിൽ അടിച്ചിട്ട് ഈ പൊട്ടംപ്ലാക്ക് വിനോദ് പറഞ്ഞതിനാണ് നിന്റെ കുടുംബത്തെ, നിന്റെ പെങ്ങന്മാരെ, അമ്മ എല്ലാം കൂടെ നിങ്ങളെ ഞങ്ങൾ തീർത്ത് കളയൂടാ, നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കാലെന്ന് പൊട്ടംപ്ലാക്കല്ലേ വിനോദ് പറഞ്ഞ. നീ കേസ് കൊടുത്താൽ നിൻ്റെ തല ഞാനെടുക്കും, പിന്നെ നിൻ്റെ മക്കളെയും തലയെടുക്കും, നിൻ്റെ കെട്ടിയവനെ ഞങ്ങൾ പൂശിക്കളയും, പിന്നെ ഞങ്ങൾക്ക് വസ്തുവെല്ലാം കിട്ടൂടി എന്ന് ഒറ്റിയിട്ട് ചായക്കടയിൽ വെച്ച് ചായ കുടിച്ചോണ്ടിരുന്നപ്പം പറഞ്ഞതാണ് സാറേ. പഞ്ചായത്ത് പ്രസിഡന്റ് സതി, പഞ്ചായത്ത് മെമ്പർ രാഗിണി പറഞ്ഞ നിനക്ക് വട്ടാൻ ഞങ്ങൾ SIക്ക് വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി 2009 അവിടുത്തെ 2009 ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് കോടതിയിൽ. കോട്ടയത്ത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ വനിതാ കമ്മീഷന്, മുഖ്യമന്ത്രിക്ക് ഇവർ വലിച്ചു കീറിക്കളയുമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചിട്ട് അതിന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അത് എന്താ കാരണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. ആർക്കൊക്കെ എതിരെയാണ് പരാതി കൊടുത്തത്? അനിയന്മാരുടെ പേരിൽ പോലീസ് കംപ്ലയിൻറ്റിൽ പോലീസുകാരുടെ പേര് കംപ്ലയിൻറ്റ്, അനിയന്മാരുടെ പേര് കംപ്ലയിൻറ്റ്, കെട്ടിയവൻ്റെ പേര് കംപ്ലയിൻറ്റ്, വാർഡ് മെമ്പറുടെ പേര് കംപ്ലയിൻറ്റ്, സതി വിജയൻ്റെ പേര് കംപ്ലയിൻ്റ് ഉണ്ട്. ഇങ്ങനെ അനേകം പേരുടെ പേര് കംപ്ലയിൻറ്റ് വെച്ച് ഇവരെ എല്ലാം അയച്ചിട്ട് ഇതെന്താ കാരണമെന്ന് പോലും അന്വേഷിക്കാൻ ഇതുവരെ ഒരു വ്യക്തിയും വന്നില്ല. DYSP മാത്രം ചോദിക്കുമ്പോൾ ഈരാറ്റുപേട്ട പോലീസുകാർ കാണും. ഇപ്പോൾ ഈ വീഡിയോ പുറത്ത് വന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകും തോന്നുന്നുണ്ടോ? എനിക്ക് ഭീഷണി വന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല സാറേ. എൻ്റെ ദൈവം ഇരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യത്തില്ല. അതിന് ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എനിക്കൊരു വിഷയവുമില്ല. എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, അത് ഉറപ്പാണ്. എൻ്റെ അയ്യമ്മസമ്മോടും കുറവലങ്ങയുടെ മുത്തിയമ്മയോടും വെള്ളികുളങ്കര ഓട്ടമാതാവിനോടും ഞാൻ നേർന്നാണ് നടക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും വെല്ലിച്ചനും മുന്നിലും ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അനേകം ആൾക്കാരെ വിളിച്ചത് ചരിത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചു പോയാലും എൻ്റെ കൊച്ചുങ്ങൾ ഇപ്പം അറിവായി. എനിക്ക് നേരത്തെ ഒന്നും പറയത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൊച്ചുങ്ങളൊക്കെ അറിവായി. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കും. എൻ്റെ കൊച്ചുങ്ങളോട് ഇനിയും പറഞ്ഞു കൊടുക്കും. എൻ്റെ മുതൽ മുഴുവൻ, എൻ്റെ പറമ്പ് മുഴുവൻ നിങ്ങൾ ഒരു മനുഷ്യനെയും കയറ്റേക്കല്ല, നമ്മുടെ പറമ്പ് നമുക്കുള്ളതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യനെയും കയറ്റിയില്ല സാറേ. അനുഭവിക്കാൻ സമ്മതിക്കല്ല അനിയന്മാര്. അല്ലെ മനക്കുഴി സ്ഥിതി ഒറ്റയാൾ പോരാട്ടമാണല്ലോ. അതെ അതെ. ആ ഒറ്റയാൾ പോരാട്ടത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നീതി നേടിയിട്ട് എനിക്ക് നീതി കിട്ടണം. ഇവരിൽ നിന്ന് എനിക്ക് നീതി കിട്ടണം. ഞാനതാണ് അപേക്ഷിക്കുന്നത്. എന്നെ വെച്ച കഞ്ഞി എന്നെ കുടിപ്പിച്ചില്ല സാറേ. ചോറും കലവും കൂട്ടാൻ ചട്ടി എടുത്തിട്ട് മേത്തൂടി ഇട്ടിട്ടുള്ളൂ. എന്നെ ഒറ്റ ചവിട്ടിന് തിരിച്ച് മറിച്ച് അടുപ്പിലകത്ത് പോയി കിടന്ന് ഞാൻ കത്തിയതാ. എൻ്റെ കൊച്ച് എൻ്റെ കൈയുടെ കൂടെ എല്ലാം വെന്ത് പോയി. എന്നിട്ട് എൻ്റെ കൊച്ച് കാച്ചിൻ്റെ ഇല പറിച്ചു കൊടുന്നു കയ്യെ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അത് മുഴുവൻ ഞാൻ കെട്ടിയും പിടിച്ച് പറിച്ച് ദൂരെ എറിഞ്ഞു. എൻ്റെ കെട്ടിയൻ എന്നെ ഇന്നും കണ്ട കൊല്ലാനിരിക്കുക. അയാൾക്ക് നാണക്കേടാണ്. ഞാൻ കേസിന് പോന്നു.
ഞാൻ കേസ് കൊടുക്കണ്ടായി, ഇവരെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മടുത്തു. ഞാൻ റബ്ബർ വെട്ടിയ പാല് മൊത്തം എടുക്കും. ഞാൻ പെടലിക്കൊണ്ട് എറിഞ്ഞു സാറേ, ഞങ്ങൾ ഒരു വേറെ എറിഞ്ഞ് ഞാൻ അയ്യോ എന്ന് കാറിപ്പോയി. അയൽവാസത്തെ റോസമ്മയുടെ ആടിനെ തീറ്റുന്നുണ്ടായിരുന്നു. റോസമ്മ ഓടി വന്നു. റോസമ്മ ചോദിച്ചത് എന്നാ ചോദിച്ചാട്ടാ, അവളെ ഞാൻ ഒന്ന് കൊല്ലും, എന്നെ റബ്ബർ കത്തിയും കൊണ്ട് പറഞ്ഞ് എന്നെ കൊല്ലാൻ പറയാൻ വരുമായിരുന്നു. എന്തായാലും നിങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കാലാകാലം തുടരും. തുടരും. ഇനി മുന്നോട്ട് തന്നെയാണ്, പുറകോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. എവിടെ ഏതറ്റം വരെയും പോകണം, ഞാൻ അവിടം വരെയും പോകും. അപ്പം എന്തായാലും നിയമ പോരാട്ടം തുടരും. തുടരും, നിർത്തുകയില്ല. എവിടം വരെ പോകണം അവിടം വരെ ഇനിയും പോകും. സകല പേപ്പറുകൾ, ഒരു ചാക്ക് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൂലിവേല എരിപൊരിയും വെയിലും കൊണ്ട് ഇടിയും വെട്ടിപ്പെയ്യുന്ന മഴയും കൊണ്ട് നനഞ്ഞും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കി മേടിച്ചതാണ് സാറേ. സ്ത്രീധനം കിട്ടിയത് പോരെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 5 പവൻ്റെ മാല മേടിച്ച് കഴുത്തലിട്ടു. എൻ്റെ 2010 എൻ്റെ പെരക്കകത്ത് കയറി മണക്കുഴി സിബിയും പൊട്ടംപ്ലാക്കൽ ഇത്തയും ബേബിയും കൂടെ പെരക്കകത്ത് കയറി എന്നെ അടിച്ച് വീഴ്ത്തിട്ടാണ് കിടത്തക്കിടന്ന് മാല പറിച്ചുകൊണ്ട് പോയത്. എനിക്ക് സഹിക്കുകയല്ല സാറേ. ഇച്ചിരി ഇല്ലാത്തൊരു കൊച്ചിനെ ഞാൻ എളി വെച്ച് കുരിശുമല കയറുന്ന പോലെ കയറിപ്പോയി ഇറങ്ങി വന്ന് കൂലിപ്പണി ചെയ്തുണ്ടാക്കിയ മുതലാണ് ഞാൻ അനുഭവിക്കാൻ സമ്മതിക്കല്ല സാറേ. അതുപോലെ എൻ്റെ 10,000 രൂപ ഒരു ഫോണ്, ആ ഫോണിൽ SP-യുടെ ഉണ്ട്, DJP-യുടെ ഉണ്ട്, സകലമാനം മനുഷ്യരുടെ ഫോൺ നമ്പറുണ്ട്. അത് മുഴുവൻ ആ ഫോണിലായിരുന്നു. ഇന്ന് വരെ പോലീസുകാർ ഫോൺ മേടിച്ച് തരാൻ തയ്യാറായിട്ടില്ല. കോടതി കേസ് വന്നിട്ടുണ്ട്, ഇതുവരെ വിളിക്കാൻ തയ്യാറായിട്ടില്ല, വിളിപ്പിക്കുന്നില്ല. കോടതി വരുന്ന കേസ് മുഴുവൻ ഇവർ BN ശശിധരൻ തകർത്ത് നിന്നുകൊണ്ടാണ് എടുത്തു കളഞ്ഞത്. ആര് പറയുന്നതല്ല കേൾക്കണ്ടേ. ഒരു വ്യക്തിയുടെ സങ്കടം എന്താണെന്ന് അവർ കണ്ട് മനസ്സിലാക്കാൻ അവർക്ക് സങ്കടം തോന്നിയിട്ടില്ല. അവരുടെ സാമ്പത്തികമാണ് അവർക്ക് വലുത്. ജോർജ് വീണ്ടും മത്സരിക്കുന്നുണ്ട് സാറേ. ഇവിടെ കൊണ്ടുവന്നു, ഈ വീട്ടിൽ കൊണ്ടുവന്ന് സാറിൻ്റെ PC ജോർജിൻ്റെ സാധനം കൊണ്ട് ഇങ്ങോട്ട് പോരണ്ട, പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെക്കണ്ട, എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. വെള്ളികുളത്തുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമല്ലോ. അറിയാം. പൊക്കോളം വെച്ച സാധനം ഞങ്ങൾ എടുത്തോളാം. അവരെടുത്തോണ്ട് പോയി. PCയെ കയറുകയല്ല സാറേ, ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ആ രീതിയിൽ അക്രമനീതി സാറേ. ഞങ്ങളെ അവിടെ കടപ്പളാക്കൽ സന്തോഷം എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ കൊച്ച്, അവൻ ഇന്നും ജീവിച്ചിരിക്കണ്ട. 14-16 വയസ്സേ ഉള്ളൂ. പെണ്ണ് കേസ് ഒതുങ്ങി. ലോട്ടറി ടിക്കറ്റ് അടിച്ചതൊന്നുമല്ല, 21 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കേസിൽ നക്കളഞ്ഞ ആ കൊച്ചിനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത്. മണറാത്ത സണ്ണി മെമ്പർ, എൻ്റെ ആങ്ങളയായ സണ്ണി മെമ്പർ ഏണി വെച്ച് കയറി. അവൻ്റെ അനിയൻ കുഞ്ഞായി എന്ന് വിളിക്കുന്ന റെജി, അവനും കൂടെ കൂടി ഇടിച്ചു കൊന്നു. ചേറ്റുകുഴിയിലെ പാക്കാൻ വിളിക്കുന്ന ചെറുക്കൻ, എനിക്ക് അവൻ്റെ നല്ല പേര് അറിയത്തില്ല, എല്ലാവരും ഇരട്ടപ്പേര് വിളിക്കുന്നതുകൊണ്ട് പാക്കാൻ എന്നാണ് വിളിക്കുന്നത്, അറിയപ്പെടുന്നത്. അവനും അമ്മേനൊരു യോസ് കൂട്ടി എല്ലാം കൂടെ ജീപ്പിനകത്ത് കെട്ടിയിട്ട് ആ ചെറുക്കനെ ഏണി വെച്ച് രാത്രി കെട്ടിത്തൂക്കി. ഒരു കാറ് വഴിയെ പോയി. സന്ധ്യ മേഡം വന്ന് അന്വേഷിച്ചിട്ട് ആ കേസ് പോലും കണിയാങ്കണ്ടത്തെ സണ്ണി ഈ PC ജോർജ് MLA കൂടി ഇല്ലെന്നാക്കി കളഞ്ഞു. എനിക്ക് സൗണ്ട് കൂടിപ്പോവും. വിഷമം കൊണ്ട് പറയുമ്പോൾ സൗണ്ട് കൂടിപ്പോകുമ്പം എൻ്റെ ഒച്ച പുറത്ത് പോകുന്നതാണ് വിഷമം അവർക്ക്. ഞാൻ എന്തോരോ സാറേ ഞാൻ സഹിക്കുന്നത്. ഒരു പെണ്ണല്ലേ ഞാൻ, ഒരമ്മയല്ലേ ഞാൻ, ഒരു വെല്ലമ്മയല്ലേ ഞാൻ, എന്തുമാത്രം സഹിക്കണം. എൻ്റെ കെട്ടിയ 3 പിള്ളേരെ കെട്ടിച്ചു വിട്ടു. കുഞ്ഞുങ്ങളെ നല്ല 1-ാം തരമായിട്ട് പുഷ്പം പോലെ കെട്ടിച്ചു വിട്ടാ ഞാൻ ഒറ്റയ്ക്കാണ് കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിട്ടേ. ആ കെട്ടിയനോ ഒന്ന് ഓർക്കണം. എന്നാലും 4 പെൺപിള്ളേരെല്ലാം മൂത്ത കൊച്ചിനെ കെട്ടിച്ചപ്പോഴെങ്കിലും അയാൾക്ക് എൻ്റെ കൂടെ വരാമായിരുന്നു. നീ ഇത്രയും ചെയ്തില്ലേ, ബാക്കി ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഇയാൾ വരണമായിരുന്നു. ഇയാൾക്ക് വരാൻ തയ്യാറായില്ല. ഇനി ഞാൻ അയാളെ സ്വീകരിക്കണം സാറേ. എന്നിട്ട് ഇവന്മാർ പറഞ്ഞിരിക്കാൻ ഞാൻ ബന്ധം പിരിഞ്ഞില്ല, ഞാൻ ഡൈവേഴ്സ് ചെയ്താ സാറേ. എനിക്കിനി അയാൾ വേണ്ട. എന്നെ കൂരിടാൻ തന്നല്ലെങ്കിൽ എന്നെ അറിയലും പിള്ളേക്ക്, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ കൊട്ടേഷൻ കൊടുത്ത് ഇനി എന്നെ കൊല്ലിക്ക്. ഇയാളുടെ അനിയനും കൂടെ കൂടി, അനിയൻ തോമസ് കുര്യൻ, ജോസഫ് കുര്യൻ, ദേവസ്യ കുര്യൻ, ചാക്കോ കുര്യൻ ഇവിടെ എല്ലാം അവൻ വരണ്ട. ഈ അനിയൻ വരുത്തിയല്ല, അവൻ രാജസ്ഥാനിലാണ് താമസിക്കുന്നത്. അവൻ്റെ പെമ്പറന്നൂത്തി സൗദിയിലാണ്. ഇങ്ങോട്ട് വരണ്ട, പീഡന കേസാണ്. ഒരനിയനെ തീക്കോയി വാടകയ്ക്ക് താമസിക്കുക. ഇതാണ് ഞങ്ങളുടെ ഏരിയ. നല്ല വെള്ളികുളം, മാറമല, ഒറ്റയിട്ടി. വെള്ളാനിക്കാർ മുഴുവൻ എൻ്റെ സൈഡാണ്. എൻ്റെ കർത്താവിനെ വിളിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇനിയും ജീവിക്കണം. ഈ വിഷയത്തിൽ പ്രതികരണം അറിയാനായി ന്യൂസ് ടാഗ് ലൈവ് PC ജോർജിനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.